Several days later. Hi Ria. Hi. Happy married life. Thank you so much. എന്റെ തെറ്റായിരുന്നു, എല്ലാം പോയി, പറയാൻ പോലും പറ്റാത്ത അവസ്ഥയായി. ഒന്ന് രണ്ട് ദിവസത്തെ വിഷമം ഉണ്ടാവും, കാരണം നമ്മൾ ഇഷ്ടപ്പെട്ട ഒരാളാണല്ലോ ബ്രേക്കപ്പ് ആയി പോകുന്നത്. അപ്പൊ ഒന്ന് രണ്ട് ദിവസത്തെ വിഷമം ഉണ്ടായിരുന്നു. ഓഹോ, ലോല ഹൃദയനാണല്ലേ കവി. പക്ഷെ വൈഷ്ണവ് ഇപ്പം പ്രീവിയസ് എക്സുകളായിട്ടുള്ള വീഡിയോസ് സ്റ്റിൽ ഇട്ടിട്ടുണ്ട്. അല്ല, അത് ഇവിടെ അങ്ങനെ എന്താ ഉദ്ദേശിച്ചത്? ഉള്ളിൽ അർത്ഥമുണ്ട്. ഫ്രണ്ട്സ് തന്നെയല്ലേ, എന്തായാലും ബ്രേക്കപ്പ് ആയെന്ന് പറഞ്ഞ കാര്യമൊന്നുമില്ല, ഫ്രണ്ട്സ് തന്നെയാണ്. ബ്രേക്കപ്പ് ആയാലും അങ്ങനെ ദേഷ്യമൊന്നും ആരും വെക്കാറില്ല, എന്നോട് വെക്കാറില്ല, ഞാനും വെക്കാറില്ല. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. ദേഷ്യം വെക്കേണ്ട കാര്യമില്ല, ചിലപ്പോൾ നമ്മൾ തമ്മിൽ ഒരുമിച്ച് പോകാൻ പറ്റില്ല നമുക്ക് തോന്നിക്കൊണ്ടായിരിക്കും ബ്രേക്കപ്പ് ആവുന്നത്. അത് നല്ലതല്ലേ? എനിക്ക് വിഷമമൊന്നുമില്ല, പക്ഷെ ഞാൻ ഒരു ഒറ്റത്തടിയാ, അത് നിങ്ങൾ ആലോചിക്കണം. വൈഷ്ണവ് പ്രണയിച്ചാൽ പെട്ടെന്ന് കല്യാണം നടക്കും. കർത്താവ് പൊറുക്കുകയല്ല, പറ്റിയൊരെണ്ണത്തിന് കിട്ടിയത് ഇപ്പൊ കിട്ടും, അതാവസ്ഥ. ഇപ്പൊ നമ്മളൊരു റിലേഷനിൽ ഇരിക്കുമ്പോ ഇപ്പൊ ഫ്രണ്ട്സ് ഉണ്ട്, ഇപ്പം നിങ്ങൾ ബ്രേക്കപ്പ് ആയി കഴിയുമ്പോൾ ഈ മ്യൂച്വൽ ഫ്രണ്ട്സിനോടുള്ള ആ ഒരു കണക്ഷൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഒന്ന് രണ്ടാൾക്കടുത്ത് തോന്നിയിട്ടുണ്ട്, പറയില്ല. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. സ്റ്റിൽ ബ്രേക്കപ്പിലൂടെ കടന്നു പോകുന്ന പല ആൾക്കാർക്കും ഒരു അഡ്വൈസ് കൊടുക്കാറുണ്ടെങ്കിൽ എന്തായിരിക്കും? ഒരുപാട് കൂട്ടുകാരെ കൂട്ടാൻ പാടില്ല റിലേഷൻഷിപ്പ് ആയി കഴിഞ്ഞാല്, അത് ഞാനൊന്നും പറയില്ല. അതുമായിട്ട് എനിക്ക് ഇട്ടൊന്ന് വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. ചേട്ടനില്ലാതെ ഒന്നുമില്ല കേട്ടോ, നമ്മുടെ ഓക്സിജൻ. അവൻ പറഞ്ഞേട്ടാ, ഞാൻ അവന്റെ ഓക്സിജൻ ആണ്, എന്നിട്ട് താൻ എന്റെ ഇങ്ങനെ ഇരിക്കണം, ഞാൻ തന്റെ സൺലൈറ്റ് ആണെന്ന് കിട്ടുന്നത്. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ഉള്ള അനുഭവം വെച്ച് ഞാനൊരു കാര്യം പറയാം. ഒരുപാട് കൂട്ടുകാരെ കൂട്ടാൻ പാടില്ല റിലേഷൻഷിപ്പ് ആയി കഴിഞ്ഞാല്. ജീവിതം നായി നക്കി എന്ന് പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പോ അതും സംഭവിച്ചു.